അപ്പോഴേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എവിടെയാണ് പോയത്, ഇത് ഏത് സ്ഥലമാണെന്നൊക്കെ അല്ലേ. ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാമേ. നമ്മുടെ അയൽ രാജ്യമായ ചൈനയാണ് കേട്ടോ. എനിക്ക് ചൈന സന്ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. പണ്ട് തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ചൈന കാണണമെന്ന്. അങ്ങനെ ഞാൻ പല ഗ്രൂപ്പ് ടൂറുകളിലും പോയിട്ടുണ്ട്. ഞാനിത് സോമൻസിനോടൊപ്പമാണ്. അവർ നല്ല രീതിയിൽ നമ്മളെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചിരിക്കും. നല്ല ഒരു ഗ്രൂപ്പ് ടൂർ നടത്തുന്നവരെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്നിറങ്ങി അതേ രൂപത്തിലുള്ള, എനിക്കറിയില്ല എന്താണ്, ഡൽഹിയിൽ നിന്ന് കയറിയ ഞങ്ങൾക്ക് അതേ അന്തരീക്ഷത്തിലുള്ള ഒരു എയർപോർട്ടിലേക്കാണ് വീണ്ടും പോയതെന്ന് തോന്നുന്നു. അതുപോലെയാണ് അവിടുത്തെ റെയിൽവേ. അപ്പോൾ അങ്ങനെ ബുള്ളറ്റ് ട്രെയിനിൽ ഇങ്ങനെ പാഞ്ഞു പോകും, മനസ്സും ഇങ്ങനെ പാഞ്ഞു പോവുകയായിരുന്നു. പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തോന്നിപ്പിക്കുന്ന, അതേപോലെ ഉത്സാഹത്തോടെ കണ്ണും കാതും മനസ്സും എല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ച് ഞാൻ കാണുകയായിരുന്നു. ബുള്ളറ്റ് ട്രെയിൻ കണ്ടോ, എത്ര മനോഹരമാണെന്നറിയാം. ആ സ്റ്റേഷനൊക്കെ ഇറങ്ങി നമ്മുടെ വന്ദേ ഭാരത് ഉണ്ടല്ലോ, വന്ദേ ഭാരത് ആദ്യം വന്നപ്പോൾ കയറി. എത്ര മനോഹരം നമ്മുടെ വന്ദേ ഭാരത്. അപ്പം ഞാൻ ഓർത്തു ഇതുപോലെ ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ രാജ്യത്തും വരും. ആ ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെ പായുന്നതോടൊപ്പം എത്ര ബഹുനില കെട്ടിടങ്ങളാണ് അതിൻ്റെ പിന്നിലേക്ക് മറയുന്നത്. നമ്മുടെ രാജ്യത്തെ ബോംബെയും ഡൽഹിയൊക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അതുപോലെയുള്ള വലിയ ബഹുനില കെട്ടിടങ്ങളുണ്ട്. അങ്ങനെ സന്ധ്യയായപ്പോഴേക്കും ഞങ്ങളൊരു ടൗണിലെത്തി. ആ ടൗണിൻ്റെ അന്തരീക്ഷവും എല്ലാം വളരെ മനോഹരമായിട്ട്, സന്ധ്യ ആയെങ്കിലും ഉണ്ടല്ലോ, എനിക്കറിയില്ല, ആ പാതയോരങ്ങളൊക്കെ എത്ര മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. നോക്ക്, എത്ര ലൈൻസാന്ന് നോക്കിക്കേ റോഡിൽ. റോഡ് ഇങ്ങനെ യാതൊരു തിക്കും തിരക്കും ഇല്ലാതെ സൈക്കിളിൽ പോകുന്നവർ, കാറിൽ പോകുന്നവർ, നടന്നു പോകുന്നവർ, എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ പാതയോരങ്ങൾ, റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ലേ. നമ്മൾ പറയും വിലക്കുറവാണെന്ന്. അതുപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും എനിക്ക് അത്ര മനോഹരമായി തോന്നി. അതുപോലെ തന്നെ അവിടെ ക്രൂസ് കയറി ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് ദുബൈയാണ് കേട്ടോ. ദുബൈയിൽ ക്രൂസിൽ കയറിയപ്പോൾ നമുക്ക് അതേപോലൊരു അന്തരീക്ഷമാണ് അവിടെ ആളുകളെല്ലാം ഇങ്ങനെ സന്തോഷം. വിദേശികളൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുത്തെ ആളുകളാണെങ്കിൽ പോലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അവിടുത്തെ ആ വർണ്ണാഭമായ അന്തരീക്ഷം നമ്മളെ അങ്ങ് ഒരു യൂറോപ്പിൻ്റെ തലത്തിലേക്ക്, യൂറോപ്പിലൂടെ ഇങ്ങനെ പോകുന്ന പോലെ ഒരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എത്ര മനോഹരമാണെന്നറിയാമോ അവിടെ അതിലൂടെയുള്ള യാത്രകൾ. എന്നെ വല്ലാതെ ചൈനയിൽ പോകണമെന്നുള്ള എൻ്റെ ആഗ്രഹം അങ്ങനെ നിറവേറി. കാരണം ചൈന ഇത്ര മനോഹരമാണെന്ന് പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. നേരിൽ കണ്ടപ്പോൾ എനിക്കത് നല്ല ബോധ്യമായി.